നെറൈസ് കോളേജിന്റെ പുതിയൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് കമ്പ്യൂട്ടറിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആയിട്ടുള്ള ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിന്റെ അടിസ്ഥാനങ്ങൾ എന്ന് പറയുന്ന ഒരു പാഠമാണ് നോക്കാൻ പോകുന്നത്. നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്ന നമ്മൾ കാണുന്ന കമ്പ്യൂട്ടർ എന്താണ് ഏതാന്ന് മാത്രമേ നമ്മൾ ഇന്നിവിടെ പഠിക്കുന്നുള്ളൂ. ഇത് ഏറ്റവും സിമ്പിൾ ആയതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാഠം തന്നെയാണ്. അതുകൊണ്ട് ഇതെല്ലാം ഒന്ന് കേട്ടിരിക്കുക. ഓക്കെ, സോ നമ്മുടെ പരീക്ഷ എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ പരീക്ഷ എപ്പോഴും പ്രാക്ടിക്കൽ എക്സാമിനേഷൻ ആയിരിക്കും കൂടുതൽ മാർക്കുകൾ ഉണ്ടാവുക, അതുപോലെ തിയറി എക്സാമിനേഷൻ ഉണ്ടാവും. സോ പ്രാക്ടിക്കലിന് നമ്മൾ എന്തൊക്കെ പഠിക്കുന്നു അതന്നെയാണ് തിയറിക്ക് എന്തൊക്കെ പഠിക്കുന്നുണ്ടോ അതന്നെയാണ് പ്രാക്ടിക്കൽ. ഓക്കെ, പക്ഷേ ഞാനിവിടെ പഠിപ്പിച്ചു തന്ന കാര്യങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കണ്ടു വിലയിരുത്തുന്നത് നല്ലതായിരിക്കും. ഈ പാഠത്ത് നിന്ന് കൂടുതലായിട്ടൊന്നും പരീക്ഷയ്ക്ക് പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല, എന്നാൽ ഇത് നമുക്ക് തിയറി പരീക്ഷയ്ക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരും ചെയ്യും. ഒരു പക്ഷേ നമ്മൾ ഏത് പ്രാക്ടിക്കൽ എക്സാമിനേഷന് ഡാറ്റ എൻട്രി കമ്പ്യൂട്ടറിന്റെ ഒക്കെ ആയിട്ട് പോവുകയാണെങ്കിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും അറിയാതെ നമുക്കൊന്നും ചെയ്യാനും സാധിക്കൂല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആണോന്ന് ചോദിച്ചാൽ വെരി ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നമുക്ക് നോക്കാം ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. എന്താണ് ഒരു കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടർ എന്താ? വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ? എന്താണ് ഒരു കമ്പ്യൂട്ടർ? നമ്മുടെ ജോലി വേഗത്തിലാക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് എന്ത്? കമ്പ്യൂട്ടർ. ആരാ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത്? ചാൾസ് ബാബേജ് ആണ് കമ്പ്യൂട്ടർ കണ്ടുപിടിച്ചത് അല്ലെ? അത് എന്തിനു വേണ്ടിയിട്ടാ? നമ്മുടെ പണികളൊക്കെ ഒന്ന് എളുപ്പാക്കാൻ വേണ്ടിയിട്ട്. ഇതെല്ലാവർക്കും അറിയില്ലേ? അപ്പൊ വാട്ട് ഈസ് കമ്പ്യൂട്ടർ, ഡിഫൈൻ കമ്പ്യൂട്ടർ, എക്സ്പ്ലെയിൻ കമ്പ്യൂട്ടർ എന്ന് എഴുതിക്കൂടെ? ഇനി കമ്പ്യൂട്ടർ എന്നുള്ള ടോപ്പിക് ഇമ്പോർട്ടന്റ് ആണ്. വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്ന് ചോദിക്കും, എക്സ്പ്ലെയിൻ ചോദിക്കും. അപ്പോൾ കമ്പ്യൂട്ടർ എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുക. അതായത് നമ്മുടെ ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരു ഇലക്ട്രോണിക് ഉപകരണമാണ് ഒരു കമ്പ്യൂട്ടർ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കൊടുക്കുക. ഇനി കമ്പ്യൂട്ടർ നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലേ? ബില്ലിങ്ങിന് പോകുമ്പോൾ കമ്പ്യൂട്ടർ കാണാം, ഒരു പലചരക്ക് കടയിൽ പോകുമ്പോൾ കമ്പ്യൂട്ടറിൽ ബില്ലടിച്ച് തരുന്നത് കാണാം. നമ്മൾ ഗെയിം കളിക്കുന്നു, കുട്ടികൾ ഗെയിം കളിക്കുമ്പോൾ കമ്പ്യൂട്ടറിലായിരിക്കും കളിക്കുന്നുണ്ടാവുക. നമ്മൾ ഓരോ ഓഫീസുകളിലും വർക്ക് ചെയ്യുന്നത് കമ്പ്യൂട്ടറിലായിരിക്കും. എല്ലാം കമ്പ്യൂട്ടറിൽ കാണാൻ സാധിക്കും. കമ്പ്യൂട്ടറിന് അത്ര ഇമ്പോർട്ടൻസ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളത് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനുള്ള ഉത്തരങ്ങൾ മാക്സിമം എഴുതി പിടിപ്പിക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ടോപ്പിക്കാണ് ഈ കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ്. കമ്പ്യൂട്ടർ എന്തൊക്കെയാണ് ഒരു കമ്പ്യൂട്ടർ നമുക്ക് കാണാൻ പറ്റുന്നത്? അപ്പൊ നമ്മൾ കമ്പ്യൂട്ടറിൽ കാണുമ്പോൾ ഒരു മോണിറ്റർ കാണാൻ സാധിക്കും, കീബോർഡ് കാണാൻ സാധിക്കും, UPSC കാണാൻ സാധിക്കും, CPU കാണാൻ സാധിക്കും അല്ലെ, മൗസ് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊരു കമ്പ്യൂട്ടറിൽ കാണുന്നുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ് ഏതാന്നുള്ളത് അറിയണ്ടേ? അപ്പൊ ഈ ഒരു ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ പാർട്സ് ഓഫ് കമ്പ്യൂട്ടർ വിത്ത് ദ യൂസ് ഓഫ് എ ബ്ലോക്ക് ഡയഗ്രം. ഒരു ഡയഗ്രാമിന്റെ ഹെൽപ്പോട് കൂടിയിട്ട് കമ്പ്യൂട്ടറിന്റെ ഡിഫറെന്റ് പാർട്സുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ യൂണിറ്റുകളൊക്കെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ചോദ്യം വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം കമ്പ്യൂട്ടറിന് പ്രധാനമായിട്ടും 5 യൂണിറ്റുകളാണുള്ളത്. നമ്പർ 1 ഇൻപുട്ട് യൂണിറ്റ്. നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ട ഡാറ്റ, നമ്മൾ എന്തൊക്കെയാണോ കമ്പ്യൂട്ടറിനോട് പറയാൻ ഉദ്ദേശിക്കുന്നത് അതൊക്കെ എന്താണ്? ഇൻപുട്ട് യൂണിറ്റ്. അതെന്താ? ഇപ്പൊ നമ്മൾ കീബോർഡിൽ ക്ലിക്ക് ചെയ്ത് ടൈപ്പ് ചെയ്ത് കണ്ട് വിട്ടാലല്ലേ നമ്മളെ കമ്പ്യൂട്ടറിന് കിട്ടുള്ളൂ. അതേപോലെ മൗസ് നമുക്ക് എന്താ? അതൊക്കെ നമ്മൾ ഇൻപുട്ട്. നമ്മൾ അങ്ങോട്ട് ഇൻഫർമേഷൻ ഡാറ്റ കൊടുക്കുന്നതൊക്കെ എന്താ? ഇൻപുട്ട് യൂണിറ്റ് ആണ്. അപ്പൊ ഇൻപുട്ട് യൂണിറ്റ് പറയുന്നത് എന്താ? അങ്ങോട്ട് എന്തൊക്കെ രേഖകളാണ് കമ്പ്യൂട്ടറിന് നമ്മൾ കൊടുക്കുന്നത്, ഡാറ്റകളാണ് നമ്മൾ കൊടുക്കുന്നത്, അതിനെ നമ്മൾ എന്ത് പറയും? ഇൻപുട്ട് യൂണിറ്റ് എന്ന് പറയും.